ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ലഞ്ച് ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറയുന്നത് ഓംലെറ്റ് തന്നെയാണ്. പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങാക്കായ കൊടുത്തിട്ട് കുറേ ദിവസമായി. ഇന്ന് അത് എടുത്തില്ലെങ്കിൽ കേടരുമെന്ന് തോന്നി. അപ്പോൾ ഇന്ന് അതും കൊണ്ട് സാമ്പാർ ഉണ്ടാക്കി. മുരിങ്ങാക്കായും തക്കാളി ഉള്ളി മാത്രമുള്ള സാമ്പാർ കേട്ടോ. അല്ലെങ്കിൽ സാമ്പാറിൽ കുറേ കഷ്ണങ്ങൾ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇനിയിപ്പോൾ മുരിങ്ങാക്കായ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിന് പകരം പൊട്ടറ്റോയോ കുമ്പളങ്ങയോ എന്തെങ്കിലും ഇടും. അങ്ങനെയാണ്. പരിപ്പിട്ട അല്ലെങ്കിൽ തന്നെ കുറുകിയും കൊണ്ടാണല്ലോ. പിന്നെ ലൂസായിട്ട് തേങ്ങ അരച്ച സാമ്പാറൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പയറുപ്പേരി ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി കേട്ടോ. അല്ലാത്ത ഒരുപാട് വിഭവങ്ങളൊന്നും വേണമെന്നില്ല ലഞ്ചിന്. ചോറിൻ്റെ അതേ അളവിലാണ് കേട്ടോ ഞാൻ ഉപ്പേരി എടുക്കുക. അപ്പോൾ ചോറ് തിന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഉള്ളിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാടി കിടക്കണ കണ്ടത്. ഒന്നരാടം കൂടുമ്പോഴെങ്കിലും ശരിക്കും നനക്കേണ്ടതാണ്. പക്ഷെ ഞാൻ മറന്നു പോകും കേട്ടോ. വാടി കാണുമ്പോഴാണ് എനിക്ക് പിന്നെ ഓർമ്മ വരിക. അപ്പോൾ അത് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ഇവിടെ ഇല്ലെങ്കിൽ ഇതാകെ ഒരു ഭംഗികേടുമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഒരു ചെടി വാടി കിടക്കുന്നുണ്ട് അതിന്. അപ്പോൾ അത് പുറത്തുകൊണ്ടുപോയി വെച്ചിട്ട് പുറത്തുനിന്ന് നട്ട് വളർത്തിയത് ഒന്ന് എടുത്ത് ഉള്ളിലും കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ. അതുപോലെ സിറ്റൗട്ടിലെ ചെടിക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നല്ല സൂര്യപ്രകാശം തട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് നനക്കുമ്പോൾ ഞാൻ എല്ലാം ഒന്നിച്ചാൽ നനക്കട്ടത്. പിന്നെ വെള്ളത്തിൽ വെറുതെ ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് ഡൈനിങ് ടേബിളിമേ. അപ്പോൾ അതൊന്ന് നനച്ചു കൊടുത്തു. ഇത് ലിവിങ് റൂമത്തെ സംഭവമാണ് കേട്ടോ. എന്താണെങ്കിലും ഇപ്പം ഇന്ന് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് നനക്കാൻ പറ്റിയില്ലേ. അൽഹംദുലില്ലാ.